എറണാകുളം പറവൂരിലെ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ പ്രതികളായ പ്രദീപ് കുമാറിനെയും ബിന്ദുവിനെയും അറസ്റ്റ് ചെയ്യാനാകാതെ പോലീസ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത പ്രദീപ് കുമാറിന്റെയും ബിന്ദുവിന്റെയും മകൾ ദീപയ്ക്ക് ജാമ്യം നൽകി പറവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ആശാ ബെന്നിയെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയവരിൽ ദീപയും ഉണ്ടായിരുന്നുവെന്ന് ആശയുടെ കുടുംബം മൊഴി നൽകിയിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ദീപയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. പ്രതികളായ പ്രദീപിന്റെയും ബിന്ദുവിന്റെയും മകളാണ് ദീപ. ഇവർ ആശാ ബെന്നിയെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതിനോടൊപ്പം മകളും ഉണ്ടായെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അങ്ങനെയാണ് ദീപയെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇന്ന് പറവൂർ പോലീസ് നേതൃത്വത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടന്നു. അങ്ങനെയാണ് പിന്നീട് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം പറവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ദീപയെ ഹാജരാക്കി. ഇപ്പോൾ കോടതി ദീപയ്ക്ക് ഉപാധികളില്ലാതെ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. എന്നിട്ടും പ്രതികളായ പ്രദീപിനെയും ബിന്ദുവിനെയും കണ്ടെത്താൻ ഇതുവരെയും പോലീസ് സാധിച്ചിട്ടില്ല. ഇവർ ഒളിവിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. കൂട്ടത്തിൽ ഒരു മകൾ കൂടിയുണ്ട്. ഇവരെ 3 പേരെയും കൂടി ഒരുമിച്ച് കസ്റ്റഡിയിലെടുക്കും എന്നുള്ള സൂചനയും ഇപ്പോൾ ഡിവൈഎസ്പി നൽകുന്നുണ്ട്. ഇവർ പലിശ, അല്ലെങ്കിൽ വട്ടിപ്പലിശ, കൊള്ളപ്പലിശയാണെന്ന് തെളിഞ്ഞാൽ ആ പലിശക്കെതിരായ, അനധികൃതമായി പലിശക്കെതിരായിട്ടുള്ള ചില വകുപ്പുകളുണ്ട്. ആ വകുപ്പുകൾ കൂടി ചുമത്തി കേസെടുക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവർ നിരന്തരമായി ഭീഷണിപ്പെടുത്തിയതായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ദീപ ഇവരെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു. അതിനുശേഷം നിരന്തരമായിട്ട് ഈ കാര്യം നാട്ടുകാരോടത്തും ബന്ധുക്കളടുത്തും പറഞ്ഞ് നാണം കെടുത്തുമെന്നതടക്കം നിരന്തരമായ ഭീഷണി നടത്തിയിട്ടുണ്ട് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ ആശാ ബെന്നിക്ക്, പുഴയിൽ ചാടി മരിച്ച ആശാ ബെന്നിക്ക് UP ഇടപാടുകൾ, ഒപ്പം തന്നെ ബാങ്ക് ഇടപാടുകളൊക്കെ നിരന്തരമുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അന്വേഷണവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ആരെങ്കിലുമായിട്ടൊക്കെ മറ്റു തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, എന്തൊക്കെ തരത്തിലുള്ള ബാങ്ക് ഇടപാടുകളുണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, UP ഇടപാടുകൾ അടക്കം കേന്ദ്രീകരിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തുമെന്നാണ് ഡിവൈഎസ്പി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രതികളായ പ്രദീപിനും ബിന്ദുവിനും കൂടെ ഉണ്ടായിരുന്ന ഒരു മകൾക്കും കൂടി എത്തരത്തിലുള്ള പങ്കുണ്ട്, ആ പങ്കും ഒപ്പം തന്നെ മറ്റാരെങ്കിലും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യത്തിൽ കുറച്ച് ദിവസങ്ങൾക്കകം വ്യക്തത വരുമെന്നും പോലീസ് പറയുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും YS അഭിനന്ദ്, 24.